CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതായുള്ള പ്രമേയത്തിലെ ചർച്ചയ്ക്കിടെ വൈസ് ചെയർമാൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാരോപിച്ചാണ് കൗൺസിലർമാർ പരസ്പരം കൊമ്പ് കോർത്തത്. പോലീസും സ്ഥലത്തെത്തി. അഖിലേന്ത്യാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്നു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം നിരവധി വലിയ അപകടങ്ങളാണ് ഈ പാതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടൂർ മുതൽ തൂത വരെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിത വേഗതയും സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുമാണ് പ്രധാനമായും വില്ലനാകുന്നത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതായുള്ള പ്രമേയത്തിലെ ചർച്ചയ്ക്കിടെ വൈസ് ചെയർമാൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാരോപിച്ചാണ് കൗൺസിലർമാർ പരസ്പരം കൊമ്പുകോർത്തത്. പോലീസും സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച രാവിലെ 10:30 ആരംഭിച്ച യോഗമാണ് നാടകീയ രംഗങ്ങൾക്കും സംഘർഷത്തിനും വേദിയായത്. അജണ്ടകൾ ചർച്ചയ്ക്കെടുക്കുന്നതിനിടെ ഭരണപക്ഷ കൗൺസിലർമാരായ അജ്മൽ അബ്ബാസ് തെരുവുനായ ശല്യത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ടും സി സാജിദ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിലുള്ള സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഇതിന്മേലുള്ള ചർച്ചയ്ക്കിടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതായുള്ള ഔദ്യോഗിക അറിയിപ്പ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷത്തെ പി സുബീഷ് ചോദിച്ചു. എന്നാൽ ഇല്ലെന്നായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ മറുപടി. എന്നാൽ തുടർന്നു സംസാരിച്ച വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ UDF സർക്കാരിന്റെ കാലത്തെ സൗജന്യ KSRTC യാത്ര പോലെയല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ പരിപാടിയെന്നും നാണമുണ്ടോ സർക്കാരിന് എന്നും പരാമർശിച്ചു. ഈ പരാമർശം സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഡയസ് വിട്ടിറങ്ങി പ്രതിഷേധിച്ചു. ഇവരെ ഭരണപക്ഷ കൗൺസിലർമാർ തടഞ്ഞതോടെ രംഗം കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയും ഇരു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയുമായിരുന്നു. തനിക്ക് മറുപടി പറയാൻ പോലും അനുവദിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ തനിക്കെതിരെ കുരയ്ക്കുകയാണെന്ന് വൈസ് ചെയർമാൻ വീണ്ടും പരാമർശിച്ചതോടെ രംഗം കൂടുതൽ വഷളായി. നമ്മൾ അജണ്ട തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രമേയമാണെങ്കിലും പ്രമേയമല്ലാത്ത രീതിയിലും നമ്മൾ ചർച്ച ചെയ്ത വിഷയം അത് വളരെ സുഖമായ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് പോട്ടെ. അടുത്ത അജണ്ടയിൽ കണക്ക് നമുക്ക് ഇനി സമയം ചർച്ച ചെയ്യാം. അതല്ലാതെ ഒരു സ്ത്രീയെ പോലും അപമാനിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞാൽ ഏത് രീതിയിലാണ് തെറ്റിദ്ധരിച്ചത് അറിയില്ല. സംസാരിക്കുമ്പോ കുറച്ച് മാന്യതയാവാം.
വൈസ് ചെയർമാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ടു നീങ്ങിയപ്പോൾ ഭരണപക്ഷം പ്രതിരോധം തീർത്തു. എന്നാൽ പ്രമേയം അവതരിപ്പിച്ച വനിതാ കൗൺസിലറെ അപമാനിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തെ പി സുബീഷ് സംസാരിച്ചതെന്ന് ഭരണപക്ഷവും നിലപാടെടുത്തു. നഗരസഭാ ഹാളിൽ സംഘർഷാവസ്ഥ നിലനിന്നതോടെ വിവരമറിഞ്ഞ് ചെർപ്പുളശ്ശേരി പോലീസും സ്ഥലത്തെത്തുകയും കൗൺസിലർമാരെ നിയന്ത്രിക്കുകയുമായിരുന്നു. ഇന്ന് പറഞ്ഞു കേരളത്തിലെ സ്ത്രീകൾക്ക് നാണമെന്നോ ചോദിച്ചു. അതിലൊന്നും രണ്ടുപേരെ അപഹാസ്യപ്പെടുത്തി. ഫസ്റ്റ് അപഹാസ്യപ്പെടുത്തി, രണ്ടാമത്തെ സാധി അപഹാസ്യപ്പെടുത്തില്ലേ? അതിനാണ് മറുപടി പറയുന്നത്. ആദ്യം ശരി പറയുക. തുടർന്ന് യോഗം ഉച്ചയ്ക്കു ശേഷം ചേരുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ച് യോഗം പിരിച്ചുവിട്ടു. CCN ചെർപ്പുളശ്ശേരി. അഖിലേന്ത്യാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം.
1,66,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നടക്കാവ് പോലീസ് 1-ാം പ്രതിയായി രജിസ്റ്റർ ചെയ്ത നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അടുത്തത് ഇപ്പൊ ഞങ്ങൾ കൗൺസിലിനകത്താണ് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണോ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയുമായി ആലോചിച്ച് അത് കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഈ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ബഹളവും ഇറങ്ങിപ്പോക്കും പാർട്ടി ഓഫീസിൽ നിന്നും നൽകിയ മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരമാണെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് വ്യക്തമാക്കി. ഈ കേസിൽ 3-ാം പ്രതി CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കേസിന്റെ പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ രാജി ആവശ്യപ്പെടുന്നതിൽ യാതൊരു ന്യായവുമില്ലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. അതേസമയം കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ ലേലത്തിൽ വെക്കാനും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. CCN പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ഭാരതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് വായനശാലയിൽ വെച്ച് നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അധികം ശബ്ദം പരത്താൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദമായിട്ട് ഞാൻ അധികം പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ. കാരണം ഇതിൽ നേരത്തെ മണ്ഡലം പറഞ്ഞ പോലെ പ്രസംഗത്തിനല്ല പ്രസക്തി, നമ്മൾ ചെയ്യണ നല്ല കൃത്യത്തിനാണ് പ്രസക്തി. അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ എന്ത് വാക്ക് സംസാരിക്കുക, അവരെ അനുമോദിച്ചിട്ടെന്ന് മാത്രം. ചരിത്ര ഗവേഷണത്തിൽ PhD നേടിയ ഡോക്ടർ M. പ്രിയ കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രബന്ധ മത്സരത്തിൽ ഉന്നത വിജയം കൈവരിച്ച വീണ, കൂടാതെ +2, SSLC, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചത്. വായനശാല പ്രസിഡന്റ് T. നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം C. ഓമന, ലൈബ്രറി കൗൺസിൽ ഒറ്റപ്പാലം താലൂക്ക് വൈസ് പ്രസിഡന്റ് AM. ഉഷാദേവി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി NP. പ്രിയേഷ്, ജനി നാരായണൻ, C. ഹരിദാസ്, ഉമാദേവി, NV. മുരളീകൃഷ്ണൻ, ആദരവ് ഏറ്റുവാങ്ങിയ ഡോക്ടർ M. പ്രിയ, രാഹുൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ന് ആ ബസ് സ്റ്റാൻഡിൽ ഒരു സാധാരണ അല്ലെങ്കിൽ യാത്രക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും അവിടെ കാണാനില്ല. എല്ലാം അപ്രത്യക്ഷമായി, വിശ്രമ മുറികളും കാണാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ അവിടെ കൊണ്ടുവന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ കടമ്പഴിപ്പുറത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഭരണസമിതിയും ഒത്തുകളിച്ച് നിലവിലുള്ള സംവിധാനം അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്ന് സംശയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായിട്ട് അവിടെ ചെന്ന് ഇപ്പോൾ പല ആളുകളും ഒരു ബാത്റൂം സൗകര്യത്തിന് വേണ്ടി എവിടെ നിന്ന് അന്വേഷിച്ചു, അവർക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് മുമ്പുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പൊതുജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കടമ്പഴിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി മുമ്പുണ്ടായിരുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് ഉടനെ നടപ്പിലാക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ചുള്ള മരണം 2ആയി. കരിപ്പമണ്ണ വാർഡിലെ പുളിക്കാഞ്ചേരി വള്ളിക്കാട്ടിൽ മോഹനന്റെ മകൻ ജിജോ മോഹനാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്.
കഴിഞ്ഞയാഴ്ചയാണ് ജിജോ മോഹന് പനി ബാധിച്ചത്. കരിങ്കലത്താണിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ മരണം സംഭവിച്ചു. ഡെങ്കിപ്പനി ബാധിച്ചതിനാൽ ലിവർ ഉൾപ്പെടെയുള്ള ആന്തരികവയവങ്ങൾ തകരാറിലായിരുന്നു. നിമിതയാണ് ഭാര്യ. തനുശ്രീ, ശ്രീഹരി എന്നിവർ മക്കളാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് 2ാമത്തെ മരണമാണിത്. CCN കടമ്പഴിപ്പുറം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുന്നു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം നിരവധി വലിയ അപകടങ്ങളാണ് ഈ പാതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടൂർ തൂത മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിത വേഗതയും സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുമാണ് പ്രധാനമായും വില്ലനാകുന്നത്. പാതയിലെ പ്രധാന അപകട മേഖലകളായ അടയ്ക്കാപുത്തൂർ ജംഗ്ഷൻ, കുളക്കാട് വളവ്, തിരുവാഴിയോട് ഇറക്കം, പുഞ്ചപ്പാടം വളവ്, പുഞ്ചപ്പാടം സെന്റർ, കടമ്പഴിപ്പുറം ഹൈസ്കൂൾ വളവ് എന്നിവിടങ്ങളിൽ നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുൻപ് തിരുവാഴിയോട് ഇറക്കത്തിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2025 ഏപ്രിൽ 17 പുലർച്ചെ അടയ്ക്കാപുത്തൂർ സെന്ററിലെ ഡേ നൈറ്റ് ഹോട്ടലിന് മുന്നിൽ കുഞ്ഞുങ്ങളുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്ന 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ മലപ്പുറം തിരൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. മറ്റൊരു പ്രധാന ബ്ലാക്ക് സ്പോട്ടായ കുളക്കാട് കള്ളുഷാപ്പ് വളവിൽ കഴിഞ്ഞ വർഷം ജൂലൈ 24 ബസും ബൈക്കും കൂട്ടിയിടിച്ച് മാങ്ങോട് കരിമ്പൻചോല സ്വദേശി മരിച്ചു. തുടർന്നും ഇവിടെ അപകടങ്ങൾ ഒഴിയുന്നില്ല. 2025 ഓഗസ്റ്റിൽ മുളകു കയറ്റി വന്ന ചരക്ക് ലോറിയും മെയ് മാസം 8 ലോറിയും ഇന്നോവയും തമ്മിലും മെയ് 28 ടൂറിസ്റ്റ് ബസും പിക്കപ്പും തമ്മിലും ഇവിടെ അപകടമുണ്ടായി. ഈ മാസം 12 കോയമ്പത്തൂരിൽ നിന്ന് ചേനയുമായി വന്ന ലോറി ഇതേ വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു. പുഞ്ചപ്പാടം വളവിൽ മതിയായ സൂചനാ ബോർഡുകളോ സ്പീഡ് ബ്രേക്കുകളോ ഇല്ല. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇവിടെ ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞിരുന്നു. പുഞ്ചപ്പാടം സെന്ററിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചു. 2 ആഴ്ച മുൻപ് ഇതേ സ്ഥലത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വ്യക്തി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്തതിനാൽ രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവും ഇവിടെ അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന കടമ്പഴിപ്പുറം ഹൈസ്കൂൾ വളവും ഭീതിയിലാണ്. മുൻപ് ചകിരി ലോറിയും മറ്റൊരു ചരക്കു ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. മാർച്ച് 26 വൈകുന്നേരം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി തിരുവിഴാംകുന്ന് സ്വദേശി വിഷ്ണുവിന്റെ ജീവനും നഷ്ടമായി. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം, സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം, പ്രധാന കവലകളിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തത്, പൂർത്തിയാകാത്ത ഡിവൈഡർ പണികൾ, രാത്രിയിലെ വെളിച്ചക്കുറവ് എന്നിവയ്ക്കൊപ്പം വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. മരണങ്ങൾ നിത്യ സംഭവമായിരിക്കുകയാണ്. ഇന്നലത്തെ അപകടം വളരെ ഖേദമാണ്. വളരെ സമയം വല്ലാതൊന്നും അഴിയില്ല, എന്നാലും ആ സമയത്തുള്ള മരണം വളരെ ഖേദകരമാണ്. ഇതുപോലെ പുഞ്ചപ്പാടം വളവ് സ്കൂള്, പുഞ്ചപ്പാടം 19 ഹൈസ്കൂള്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ അപകട മേഖലകളാണ്. അത് വേണ്ട പോലെ ശ്രദ്ധിച്ച് ഇതിൻ്റെ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉൾപ്രദേശങ്ങളിൽ നിന്നും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിൽ ഹമ്പുകൾ സ്ഥാപിക്കാത്തതും തിരിച്ചടിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഈ മരണപാതയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ ഈ റോഡിൽ ഹോമിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CCN കടമ്പഴിപ്പുറം. യുവതി നൽകിയ പീഡന പരാതിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ C. സുജിത്തിന് ജാമ്യം. പാലക്കാട് 2nd അഡീഷണൽ സെഷൻസ് കോടതിയാണ് സുജിത്തിന് ജാമ്യം അനുവദിച്ചത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയായ യുവതിയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൂടിയായ സുജിത്തിനെതിരെ പരാതി നൽകിയത്. ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിൽ വെച്ചും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിലെ ആരോപണം. സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങളും നടന്നിരുന്നു. CCN കടമ്പഴിപ്പുറം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ നടന്ന മരമുറിക്കൊള്ളയ്ക്കെതിരെ CPIM താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മരം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പഞ്ചായത്ത്
ഭരിക്കും പഞ്ചായത്ത്. പൊതുശ്മശാനത്തിന് മരങ്ങളല്ല, പൊതുശ്മശാനത്തിന് മരങ്ങളല്ല. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം വള്ളൂരാൻ ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധവും കൃത്യവുമായി ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ ഭരണം കൃത്യമായി 20 കൊല്ലക്കാലം നടത്തി. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. 24 സീറ്റിൽ 16 സീറ്റ് UDF-ന്, 8 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അതല്ലേ ഇവിടുത്തെ കക്ഷി നില? അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 5 മാസം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രതിഷേധവുമായി ഈ താഴെക്കൊടുത്ത CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ മുന്നിൽ എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് ചുരുക്കിയിട്ട് ഇവിടെ നമ്മുടെ താഴെക്കൊട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ദിവസം മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുടെ ഒരു പരാതിയുടെ ഭാഗമായി ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയാണ്. യൂത്ത് ലീഗിന്റെ നേതാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയുമായ ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ പൊതുശ്മശാനത്തിൽ പോയി വീഡിയോ എടുക്കുന്നു, ചിത്രീകരിക്കുന്നു. ഇവിടുത്തെ ലോക്കൽ മീഡിയയെ മുൻപ് വിളിച്ചുകൊണ്ട് അവർക്ക് ബൈറ്റ് കൊടുക്കുന്നു, അവർക്ക് പ്രതികരണം കൊടുക്കുന്നു. എന്താ യൂത്ത് ലീഗ് പറയുന്നത്? എന്താ മുസ്ലിം ലീഗിന്റെ താഴെക്കോട്ടത്തെ നേതാക്കന്മാർ പറയുന്നത്? താഴെക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിൽ വളാങ്കുളത്ത് ഒരു അപകടം, ഒരു മരണമുണ്ടായി. അജ്ഞാത മൃതദേഹം കിട്ടി വളാങ്കുളത്ത്. ആ മൃതദേഹം സംസ്കരിച്ചത് താഴെക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിലാണ്. TT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, CPIM ലോക്കൽ സെക്രട്ടറി PK അഫ്സൽ, പൊന്നോത്ത് ഉമ്മർ, വാർഡ് മെമ്പർ P മൊയ്തുപ്പ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ N നാസർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതായുള്ള പ്രമേയത്തിലെ ചർച്ചയ്ക്കിടെ വൈസ് ചെയർമാൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാരോപിച്ചാണ് കൗൺസിലർമാർ പരസ്പരം കൊമ്പ് കോർത്തത്. പോലീസും സ്ഥലത്തെത്തി. അഖിലേന്ത്യാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തെ ചൊല്ലി പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്നു. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം നിരവധി വലിയ അപകടങ്ങളാണ് ഈ പാതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടൂർ മുതൽ തൂത വരെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിത വേഗതയും സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുമാണ് പ്രധാനമായും വില്ലനാകുന്നത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.